മാർച്ച് 24 തിങ്കളാഴ്ച സ്റ്റോക്ക് മാർക്കറ്റിൽ നേട്ടമുണ്ടാക്കാം. അറിഞ്ഞിരിക്കേണ്ട 10 കാര്യങ്ങൾ. വെള്ളിയാഴ്ച വാരാന്ത്യ വ്യാപാര ദിനത്തിൽ ഇന്ത്യൻ ഓഹരി വിപണി സൂചികകൾ നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇവിടെ അടുത്ത തിങ്കളാഴ്ച ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട 10 കാര്യങ്ങളാണ് നൽകിയിരിക്കുന്നത്. അനലിസ്റ്റ് വിശകലനം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ. വെള്ളിയാഴ്ച വാരാന്ത്യ വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ നിഫ്റ്റി 50 സൂചിക 0.69%, സെൻസസ് 0.73% എന്നിങ്ങനെ നേട്ടത്തിലാണ് വ്യാപാരം ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇത് തുടർച്ചയായ 5-ാം ദിവസമാണ് സൂചികകൾ നേട്ടത്തിൽ ക്ലോസ് ചെയ്യുന്നത്. BSE മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികകൾ 1 മുതൽ 2% വരെ നേട്ടമുണ്ടാക്കി. മാർച്ച് 24-ാം തീയതി തിങ്കളാഴ്ച ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട 10 കാര്യങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 4 വർഷത്തിനിടെ മികച്ച നേട്ടമുണ്ടാക്കിയ വാരമാണ് കടന്നുപോകുന്നത്. ഈ ആഴ്ച നിഫ്റ്റി 4%-ലധികമാണ് ഉയർച്ച നേടിയത്. മിഡ് ക്യാപ് സൂചിക 8%-ലധികവും ഉയർന്നു. 2020 ഏപ്രിലിന് ശേഷമുള്ള മികച്ച നേട്ടമാണിത്. സ്മോൾ ക്യാപ് സൂചിക ഏകദേശം 9% കയറി. 2020 ജൂൺ മുതൽ ഒരു വാരത്തിലുണ്ടായ കൂടിയ ഉയർച്ചയാണിത്. ഈ വാരം BSE ലിസ്റ്റഡ് കമ്പനികളുടെ മാർക്കറ്റ് ക്യാപ് ഏകദേശം 22 ലക്ഷം കോടി രൂപയുടെ വർധന നേടി. എല്ലാ സെക്ടറുകളും റെക്കോർഡ് ഉയർച്ച നേടിയ ഒരു വാരം കൂടിയാണിത്. നിഫ്റ്റി വിശകലനം. താഴേക്കുള്ള ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് നേടി നിഫ്റ്റി ഉയരത്തിലേക്ക് യാത്ര തുടർന്നതായി LKP സെക്യൂരിറ്റീസ് സീനിയർ ടെക്നിക്കൽ അനലിസ്റ്റ് രൂപക് ദേ പറഞ്ഞു. വിപണി വ്യാപാരത്തിന്റെ പിന്തുണയോടെയുള്ള അപ് ട്രെൻഡാണിത്. കഴിഞ്ഞ വ്യാപാര സെക്ഷനിൽ സൂചിക 23,382 നിലവാരത്തിലുള്ള 21 ദിന EMA നിലവാരത്തിൽ നിന്ന് പ്രതിരോധം നേരിട്ടിരുന്നു. 23,400 നിലവാരത്തിന് മുകളിൽ ശക്തമായ മൂവ്മെന്റ് ലഭിച്ചാൽ സൂചിക അടുത്ത 200 പോയിന്റുകൾ കയറിയേക്കും. അടുത്ത പ്രതിരോധ നില 23,600 ലെവലിലാണ്. ഇവിടെ നിന്ന് വീണ്ടും ബ്രേക്ക്ഔട്ട് ഉണ്ടായാൽ അടുത്ത റാലിക്ക് സാധ്യതയുണ്ട്. അതേസമയം 23,400 നിലവാരത്തിന് മുകളിൽ പോകാൻ കഴിയാതെ വന്നാൽ ഹ്രസ്വകാലാടിസ്ഥാനത്തിൽ കൺസോൾട്ടേഷൻ സംഭവിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. മാർച്ച് 21 വിപണി. BSE സെൻസസ് 557.45 പോയിന്റുകൾ ഉയർന്ന് 76,905.51 പോയിന്റുകളിൽ ക്ലോസിംഗ് നടത്തി. നിഫ്റ്റി 50 സൂചിക 159.75 പോയിന്റുകൾ കയറി 23,350.40 പോയിന്റുകളിലെത്തി. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് 530.70 പോയിന്റുകൾ ഉയർന്ന് 50,593.55 പോയിന്റുകളിൽ ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് 0.20% താഴ്ന്ന് 12.58 എന്ന നിലവാരത്തിലാണ്. കൂടുതൽ ലാഭം നേടിയ 10 ഓഹരികൾ. മണപ്പുറം ഫിനാൻസ്, BSE ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഡിറ്റാഗർ വാഗൺസ്, എംഫിസിസ്, പൂനാവാല ഫിൻകോർപ്പ്, വോഡഫോൺ ഐഡിയ, AB ക്യാപിറ്റൽ, SJVL, IIFL ഫിനാൻസ്. കൂടുതൽ നഷ്ടം നേടിയ 10 ഓഹരികൾ നമുക്ക് നോക്കാം. കൂടുതൽ നഷ്ടം നേടിയ 10 ഓഹരികൾ. ജിൻഡാൽ സ്റ്റൈലിസ്, വോൾട്ടാസ്, നാൽക്കോ, CG പവർ, വരുൺ ബിവറേജസ്, സുപ്രീം ഇൻഡസ്ട്രീസ്, NMDC, പോളിക്യാപ്, കമിൻസസ് ഇന്ത്യ, ഹിൻഡാർകോ. മാർക്കറ്റ് ഡാറ്റ അനാലിസിസ്. മാർക്കറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് നോക്കാം. മാർച്ച് 21 വെള്ളിയാഴ്ച നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആകെ 2,988 ഓഹരികൾ ട്രേഡ് ചെയ്യപ്പെട്ടു. ഇവയിൽ 2,120 ഓഹരികൾ നേട്ടത്തിലും 804 ഓഹരികൾ നഷ്ടത്തിലും വ്യാപാരം ക്ലോസ് ചെയ്തു. 64 ഓഹരികളുടെ വില മാറ്റമില്ലാതെ നിന്നു. 192 ഓഹരികൾ അപ്പർ സർക്യൂട്ട് നിലവാരത്തിലെത്തിയപ്പോൾ 53 ഓഹരികൾ ലോവർ സർക്യൂട്ട് നിലവാരത്തിലെത്തി. 52 ആഴ്ചകളിലെ ഉയരം. ഈ വീക്കിലെ 52 ഹൈ. മണപ്പുറം ഫിനാൻസ്, ചമ്പൽ ഫെർട്ടിലൈസേഴ്സ്, ബജാജ് ഫിനാൻസ്, കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, UPL, ശ്രീ സിമന്റ്സ്, SRF, ബെൽപൺ കോർപ്പ്, അവന്തി ഫീൽഡ്. 52 ആഴ്ചകളിലെ താഴ്ച. 52 വീക്ക് ലോ. 52 വീക്ക് ലോ നോക്കുകയാണെങ്കിൽ
വെള്ളിയാഴ്ച നിഫ്റ്റി 500 സൂചികയിലെ ഓഹരികളൊന്നും അവയുടെ 52 ആഴ്ചകളിലെ താഴ്ന്ന നിലവാരങ്ങളിൽ എത്തിയിട്ടില്ല. നിഫ്റ്റിയിലെ സെക്ടറുകളിൽ കൺസ്യൂമർ ഡ്യൂറബിൾസ്, മെറ്റൽസ് എന്നിവ മാത്രമാണ് വെള്ളിയാഴ്ച നഷ്ടം നേരിട്ടിരിക്കുന്നത്. രൂപ, ഡോളർ. ഡോളറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡോളറിനെതിരായ വിനിമയ മൂല്യത്തിൽ രൂപ 0.37% താഴ്ന്ന് 86.99 എന്ന നിലവാരത്തിലാണ്. വിദേശ നിക്ഷേപകർ. മാർച്ച് 20 വരെ ഈ മാസം വിദേശ നിക്ഷേപകർ ആകെ 22,114.10 കോടി രൂപയുടെ ഓഹരികൾ അറ്റ വിൽപ്പന നടത്തിയപ്പോൾ ആഭ്യന്തര നിക്ഷേപകർ 33,483.85 കോടിയുടെ ഓഹരികൾ അറ്റ വാങ്ങൽ നടത്തിയിട്ടുണ്ട്. ഇവിടെ നൽകിയിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള നിക്ഷേപ വ്യാപാര നിർദ്ദേശങ്ങളല്ല, ലഭ്യമായ വിവരങ്ങളാണ്. നിക്ഷേപകർ സ്വന്തം ഉത്തരവാദിത്തത്തിൽ തീരുമാനങ്ങൾ എടുക്കുക.